കോഴിക്കോട് ചെറുവണ്ണൂരിലെ രജിൻ ലാലും പാലേരി സ്വദേശിനി സോനയും സോഷ്യൽ മീഡിയ വഴി പ്രണയിച്ചവരാണ്. അയാളോടൊപ്പമുള്ള ജീവിതം അവൾ സ്വപ്നം കണ്ടു. എന്നാൽ കല്യാണം കഴിക്കാൻ രജിന് താല്പര്യമില്ലെന്ന് പറഞ്ഞതോടെ ആത്മഹത്യാ ശ്രമം വരെ നടത്തി. അങ്ങനെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് സോന ഇഷ്ടപ്പെട്ടയാളോടൊപ്പം ജീവിതം തുടങ്ങിയത്. പിന്നീട് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിവില്ല. കഴിഞ്ഞ ദിവസം കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ചതോടെയാണ് പല കഥകളും കേൾക്കുന്നത്. സോനയുടെ മരണം ആസൂത്രിതമായ കൊലപാതകമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഭർത്തൃ വീട്ടിൽ തനിക്ക് വലിയ സമ്മർദ്ദമുണ്ടെന്ന് സോന വെളിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു. ഭർത്താവ് രജിൻ ലാലിലേക്കാണ് സംശയം മുന്നേറുന്നത്. രാത്രി 9:15 ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിലായിരുന്നു സംഭവം. 6 മാസം ഗർഭിണിയായ സോന ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചാണ് പൊള്ളലേറ്റ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് രജിൻ ലാലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി സോനയുടെ അമ്മാവൻ AK സത്യൻ ആരോപിച്ചു. കാറിന്റെ മുൻഭാഗവും പിൻഭാഗവും കത്താതെ ഉൾവശം മാത്രം കത്തിയത് ദുരൂഹത ഉണർത്തുന്നു. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടിച്ചതെങ്കിൽ കാർ ഇത്തരത്തിൽ കത്തിയമരില്ല. മനഃപൂർവ്വം കാർ കത്തിച്ചതുപോലെയാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ദുരൂഹതമായ സംഭവമാണ് കാണുന്നത്. അവിടെയുള്ള അയൽവാസികളൊക്കെ നാട്ടുകാർ പറഞ്ഞത് ഇത് നല്ല ശബ്ദത്തോടു കൂടിയ പൊട്ടിയിരിക്കുന്നതെന്നാണ്. അതിൽ കണ്ടുനോക്കുമ്പോൾ അതിൻ്റെ എഞ്ചിനും പുറകിലെ ഇതിനൊന്നും ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത നാട്ടുകാരുടെ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിന് ശക്തമായ ഒരു അന്വേഷണം അധികാരികൾ തന്നെ SP ആയാലും SP തന്നെ വനിതാ കമ്മീഷൻ ഇങ്ങനെ കണ്ട മേൽ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും താല്പര്യം അത് തന്നെയാണ്. മകൾ ഭർത്തൃവീട്ടിൽ ദുരവസ്ഥ നേരിട്ടിരുന്നതായും പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നെന്നും സോനയുടെ അമ്മ വസന്ത പറഞ്ഞു. സംഭവ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7:30 വരെ സോന വാല്യക്കോടുള്ള അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. ഭർത്താവ് രജിൻ കാറിൽ ഇവിടെ ഇറക്കിയതായും രാത്രി 7:30 വന്ന് തിരിച്ചു കൂട്ടുകയായിരുന്നുവെന്നും ബന്ധുവായ യുവതി വ്യക്തമാക്കി. വൈകിട്ട് തന്നോടൊപ്പം പേരാമ്പ്രയിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്ന ശേഷമാണ് രജിനൊപ്പം സോന തിരിച്ചുപോയത്. നീണ്ടകാലത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. +2 പഠനകാലത്ത് ഒരു വിവാഹ വീട്ടിൽ വെച്ചാണ് ഇവർ പരിചയപ്പെട്ടത്. രജിൻ ഗൾഫിൽ പോയ ശേഷവും സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ബന്ധം ശക്തമായി. അതിനിടയിൽ രജിൻ മറ്റൊരു യുവതിയെ വിവാഹം ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇതറിഞ്ഞ് സോന ആത്മഹത്യ ചെയ്യാനായി വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ റെയിൽവേ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രജിൻ സോനയെ വിവാഹം ചെയ്യാമെന്ന് ഉറപ്പു നൽകിയത്. ഇരു വീട്ടുകാർക്കും എതിർപ്പായതിനാൽ 2023 ഇരുവരും രജിസ്റ്റർ വിവാഹം ചെയ്തു. കൂത്താളിയിലെ അമ്പലത്തിൽ വെച്ച് താലി ചാർത്തി. എന്നാൽ സോനയുടെ കുടുംബക്കാരുമായി യാതൊരു ബന്ധവും പാടില്ലെന്ന് രജിനും കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത കാലത്ത് സോന ഗർഭിണിയായ ശേഷമാണ് ബന്ധുക്കളുമായി അടുത്തത്. സോനയെ പരിചരിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടിലേക്ക് വിടുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. 2 മാസം സോന അമ്മയുടെ കൂടെ പാലേരിയിലെ വീട്ടിലായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് രജിൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. രജിന് മറ്റൊരു യുവതിയുമായും ഇപ്പോൾ ബന്ധമുണ്ടെന്നും തന്നെ ചതിക്കുകയാണെന്നും സോന പറഞ്ഞതായും ബന്ധുവായ യുവതി വ്യക്തമാക്കി. ആസൂത്രിത കൊലപാതകമെന്ന് കരുതുന്നതിനാൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം കാറിൽ നിന്നെടുത്ത സാമ്പിളുകളുടെ ഫോറൻസിക് ഫലം വന്നാൽ മാത്രമേ കൃത്യമായ നിഗമനം നടത്താനാകുകയുള്ളൂവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് ജില്ലാ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിലെ പ്രാഥമിക കണ്ടെത്തൽ. വയറിംഗിനും ഇന്ധന ടാങ്കിനും AC സംവിധാനത്തിലും മുൻഭാഗത്തെ റേഡിയേറ്റർ ഭാഗത്തും
ഭാഗത്തും തകരാറുകളില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. കത്താതെ ശേഷിച്ച തുണികൾ, ബാഗിന്റെ അവശിഷ്ടം, മൊബൈൽ ഫോൺ, കാറിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ സാമ്പിൾ തുടങ്ങിയവ പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘം കൊണ്ടുപോയി. ഇതിന്റെ പരിശോധനാ ഫലം കൂടി ലഭിച്ചാലേ കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയൂവെന്ന് മേപ്പയ്യൂർ പോലീസ് അറിയിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട് മടങ്ങുന്നതിനിടയിലാണ് കാറിന് തീപിടിച്ചത്. വീടിന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് കാറിൽ തീപിടുത്തമുണ്ടായത്. കാർ ഓടിച്ചിരുന്ന രജിൻ തീപിടിച്ചതിനു പിന്നാലെ പുറത്തിറങ്ങി സമീപത്തെ തോട്ടിൽ വസ്ത്രത്തിൽ പടർന്ന തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഓടിക്കൂടിയ നാട്ടുകാർ കണ്ടത്. ഈ സമയം കാറിനുള്ളിൽ സോനയുടെ വിവരം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. തുടർന്ന് ഭാര്യ കാറിനുള്ളിലുണ്ടെന്ന് രജിൻ പറഞ്ഞതുപ്രകാരമാണ് സോനയെ പുറത്തെടുക്കാൻ ശ്രമിച്ചത്. അപ്പോഴേക്കും കാറിൽ വലിയ തോതിൽ തീപിടിച്ചിരുന്നു. 65% പൊള്ളലേറ്റ രജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലാണ്. കൈകളിലും മുഖത്തും നെഞ്ചിലുമാണ് പൊള്ളൽ എന്നതിനാൽ ആന്തരിക അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രജിൻലാൽ 1 മാസം മുമ്പാണ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുനൽകിയ സോനയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മേപ്പയൂർ ഇൻസ്പെക്ടർ A. അജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.